Here we are trying to find the factors of x raised to n minus 1. Okay, consider the algebraic expression x raised to n minus 1, and if we consider as an equation x raised to n minus 1 equal to 0, it is a polynomial equation of degree n, and it will have n roots, exactly n roots. The roots may be real or complex, it may be repeated or all may be distinct. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ, ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി എന്നാണ്. ഇറ്റ് വിൽ ഹാവ് n റൂട്ട്സ്. ആ റൂട്ട്സ് റിയൽ ആകാം, കോംപ്ലക്സ് ആകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വി കൺസിഡർ ഇറ്റ് ആസ് എക്സ് റൈസ് ടു n ഈക്വൽ ടു 1. Take x raised to n equal to 1 and we express 1 as, we know it is cos 2 pi r plus or minus I sin 2 pi r. R is any integer. Okay, r can be 0, plus or minus 1, plus or minus 2, plus or minus 3, etc. R is any integer, and we express 1 as x 1 equal to cos 2 pi r plus or minus I sin 2 pi r with r any integer, 0, positive integers or negative integers. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് എക്സ് റൈസ് ടു എൻ ആണ്. ഓക്കെ, എക്സ് റൈസ് ടു എൻ 1 ആണ്. 1 ഈക്വൽ ടു കോസ് 2 പൈ ആർ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2 പൈ ആർ ആണ്. ഇതിന് നമുക്ക് എൻ റൂട്ട്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ നമ്മൾ ആറിന് അപ്രോപ്രിയേറ്റ് വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ എൻ റൂട്ട്സ്, ഇപ്പോൾ ജനറലി നമ്മൾ ആറിന് 0 കൊടുക്കാം, 1 2 3 എക്സെട്ര ടു n മൈനസ് 1 വരെ കൊടുക്കുമ്പോൾ ദർ വിൽ ബി n റൂട്ട്സ്, 1 2 3 എക്സെട്ര n റൂട്ട്സ് അവിടെയായി. പക്ഷേ ഇവിടെ കോംപ്ലക്സ് റൂട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് കോംപ്ലക്സ് റൂട്ട്സും ഉണ്ടാകാം. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സ് റൂട്ട്സ് എല്ലാം പെയർ വൈസ് ആണ് വരിക. ഇപ്പോൾ 0 1 2 3 എക്സെട്ര ടു n മൈനസ് 1 വാല്യൂസ് എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ n/2 വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി. ആറിന് n/2 വാല്യൂസ് കൊടുത്താൽ മതി. കാരണം കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ ഒരു റൂട്ടിന് ഒരു ആറിൻ്റെ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അവിടെ 2 റൂട്ട്സ് ഉണ്ടാകും. ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയും ഫോമിലുള്ള പെയർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് അവിടെ ഉണ്ടാകും. അപ്പോൾ മാക്സിമം ആറിന് n/2 വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാൻ മതി. അവിടെ 0യും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ n/2 + 1 വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു n ഈക്വൽ ടു 1 ആണ്. ഇറ്റ് ഈസ് കോസ് 2 പൈ ആർ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2 പൈ ആർ ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് e റൈസ് ടു i 2 പൈ ആർ. ഓക്കെ, e റൈസ് ടു പ്ലസ് ഓർ മൈനസ് i 2 പൈ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെർഫോർ ടേക്കിംഗ് ദ പവർ അപ് ടു 1/n, അത് നമ്മൾ x ഈക്വൽ ടു e റൈസ് ടു പ്ലസ് ഓർ മൈനസ് i 2 പൈ ആർ ദ ഹോൾ റൈസ് ടു 1/n. ദാറ്റ് മീൻസ് e റൈസ് ടു പ്ലസ് ഓർ മൈനസ് i 2 പൈ ആർ ഡിവൈഡ് ബൈ n. അപ്പോൾ അതിൻ്റെ n റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. എക്സ് ഈക്വൽ ടു ഇത് 2 പൈ ആർ ബൈ n എന്ന് പറയുമ്പോൾ കോസ് 2 പൈ ആർ ഡിവൈഡ് ബൈ n പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2 പൈ ആർ ഡിവൈഡ് ബൈ n, വെയർ ആർ ഈസ് എനി ഇൻഡിജർ. ആറിൻ്റെ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ മാക്സിമം n/2 വാല്യൂസ് കൊടുത്താൽ മതി എന്ന് നമുക്കറിയാം. ബിക്കോസ് there are pairs of complex numbers. അപ്പോൾ റിയൽ റൂട്ടുകളാണ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ഒരു റൂട്ടേ കാണത്തുള്ളൂ. പക്ഷേ കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ അവിടെ 2 റൂട്ട്സ് വരെ 2 റൂട്ട്സ് വെച്ചാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ റിയൽ റൂട്ടാണ് കോംപ്ലക്സ് റൂട്ടാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസസ് ആയിട്ടാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്ന് n ഈവൻ ഇൻഡിജർ ആകുമ്പോഴും n ഓഡ് ഇൻഡിജർ ആകുമ്പോഴും. സോ കൺസിഡർ കേസ് 1. ഓരോ കേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. കേസ് 1, n ഈസ് ആൻ ഈവൻ ഇൻഡിജർ. n ഈവൻ ഇൻഡിജർ ആണെങ്കിൽ നമ്മൾ 0 1 2 3 എക്സെട്ര അപ് ടു n/2 വാല്യൂസ് എടുത്താൽ അവിടെ മൊത്തം എത്രയായി? n/2 + 1 വാല്യൂസ് നമ്മൾ ആറിന് കൊടുത്തു. പക്ഷേ ഇവിടെ എല്ലാം പെയർ ഓഫ് റൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിയൽ റൂട്ട്സ് ആയിരിക്കും, ചിലതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇവിടെ n ഈവൻ ആണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വാല്യൂസ് r ഈക്വൽ ടു 0 1 2 3 എക്സെട്ര അപ് ടു n/2 വരെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. r ഈക്വൽ ടു 0 1 2 3 എക്സെട്ര അപ് ടു n/2 വരെ കൊടുക്കും. വെൻ r ഈക്വൽ ടു 0 നോക്കുക, ആ റൂട്ട് എന്ന് പറയുന്നത് x ഈക്വൽ ടു
കോസ് ആർ 0 ആണ്, കോസ് 0 പ്ലസ് ഐ സൈൻ 0. കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. സോ ഇറ്റ് ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ 1 ഒരു റൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടർ എക്സ് മൈനസ് 1 ആയി. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് വാല്യൂ നമ്മൾ എടുത്തു, അതൊരു റിയൽ റൂട്ടാണ്, അതായത് ആർ ഈക്വൾ ടു 0 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൂട്ടേ ഉള്ളൂ. അടുത്തത് ആർ ഈക്വൾ ടു n/2 നമ്മൾ കൊടുത്തു, ആർ ഈക്വൾ ടു n/2. ദെൻ കറസ്പോണ്ടിങ് ആർ ഈക്വൾ ടു n/2 ആകുമ്പോൾ നോക്കുക, ആർ n/2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു n/2 വരും. അത് 2n ആണ്, എന്നും കൂടി അവിടെ കട്ട് ചെയ്തു, അതായത് 2πr ഡിവൈഡഡ് ബൈ n ആയിരുന്നു. അത് 2π ഇൻറ്റു ആർ ഈസ് n/2 ഡിവൈഡഡ് ബൈ n. 2 കട്ട് ചെയ്ത് പോയി, പൈ n ആയി, n കട്ട് ചെയ്ത് പോയപ്പോൾ എക്സ് ഈക്വൾ ടു കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ എന്നാണ്. ഈക്വൾ ടു കോസ് പൈ -1 ആണ്, സൈൻ പൈ 0 ആണ്, -1. അപ്പോൾ എക്സ് ഈക്വൾ ടു -1 ഒരു റൂട്ടാണ്, കറസ്പോണ്ടിങ് ഫാക്ടർ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിയൽ റൂട്ട്സേ ഉള്ളൂ, അതായത് ആർ ഈക്വൾ ടു 0ക്കും ആർ ഈക്വൾ ടു n/2നും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റൂട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് റൂട്ട് കിട്ടി, ആർ ഈക്വൾ ടു 0യും ആർ ഈക്വൾ ടു n/2 നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെയുള്ള വാല്യൂസ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ എക്സ് -1 എക്സ് പ്ലസ് 1 കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എക്സ് -1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൾ ടു എക്സ് സ്ക്വയർ -1. അതിന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, അതായത് എക്സ് റൈസ് ടു n - 1നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ -1 ആണ്. അത് ആർ ഈക്വൾ ടു 0ക്കും ആർ ഈക്വൾ ടു n/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇനി നമുക്ക് നോക്കാം, അപ്പോൾ രണ്ട് റൂട്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് n-2 റൂട്ട്സ് ആണ് വേണ്ടത്. ഓക്കെ, n-2 റൂട്ട്സ് കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ അതെല്ലാം കോംപ്ലക്സ് റൂട്ട്സ് ആണ്. n ഈവൻ ആയതുകൊണ്ട് n-1 എന്തായിരിക്കും, ഓഡ് ആയിരിക്കും. അപ്പോൾ അടുത്ത വാല്യൂ വരുന്നത് n-2 ആണ്. അപ്പോൾ 0 1 2 3 എക്സെട്ര ടു n-2/2 വരെ നമ്മൾ എടുത്താൽ മതി. അടുത്ത് ഇനി ആറിന് ആർ ഈക്വൾ ടു 1 കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റൂട്ട് കാണും. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റൂട്ട്, കാരണം കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഇത് വരുന്നതല്ല. അങ്ങനെ n-2/2 വരുമ്പോഴത്തേന് ടോട്ടൽ എത്രയായി, 2 ഇൻറ്റു n-2 ഡിവൈഡ് ബൈ 2, അതായത് n-2 റൂട്ട്സ് ഇനി കണ്ടുപിടിക്കാനുണ്ട്. ആ 2 റൂട്ട്സ് കൂടെ ചേരുമ്പോഴാണ്, ആദ്യം കണ്ടുപിടിച്ച രണ്ട് റൂട്ടുകൾ ചേരുമ്പോൾ n-2 + 2 ടോട്ടൽ n റൂട്ട്സ് ആയി. സോ ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ആറിന് 0 1 2 3 എക്സെട്ര ടു n-2/2 വരെയാണ്. ആർ ഈക്വൾ ടു 1 2 3 എക്സെട്ര അപ് ടു n-2/2 വരെയാണ് ഇനി വാല്യൂസ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റൂട്ട്സ് വരെ വരും, കാരണം കോംപ്ലക്സ് റൂട്ട്സ് ആണ്, പെയർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ആണ് കൺസിഡർ. അപ്പോൾ ടോട്ടലി n-2 റൂട്ട്സ് പ്ലസ് നമ്മൾ കണ്ടുപിടിച്ച് രണ്ട് റൂട്ടുകൾ കൂട്ടി ടോട്ടൽ n റൂട്ട്സ് വരും. ഓക്കെ, അപ്പോൾ ആർ ഈക്വൾ ടു 1 കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് എക്സ് ഈക്വൾ ടു കോസ് 2π/n പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2π/n. ഓക്കെ, ആറിന് 1 കൊടുക്കും. ഇപ്പോൾ രണ്ട് റൂട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് ആർ ഈക്വൾ ടു കോസ് 2π/n, അടുത്തത് കോസ് 2π/n മൈനസ് ഐ സൈൻ 2π/n. ഇതാണ് ആ രണ്ട് റൂട്ട്. ഇപ്പോൾ കറസ്പോണ്ടിങ് ഫാക്ടർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് എ ആണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് കോസ് 2π/n പ്ലസ് ഐ സൈൻ 2π/n, കോസ് 2π/n മൈനസ് ഐ സൈൻ 2π/n. അത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അതായത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് കോസ് 2π/n പ്ലസ് ഐ സൈൻ 2π/n ഇൻറ്റു എക്സ് പ്ലസ് കോസ് 2π/n മൈനസ് ഐ സൈൻ 2π/n. ഇതാണ് ഈ രണ്ട് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് വരാൻ പോകുന്ന അതിൻ്റെ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് ദിസ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ഇൻറ്റു കോസ് 2π/n മൈനസ് ഐ സൈൻ 2π/n, എക്സ് ഇൻറ്റു കോസ് 2π/n മൈനസ് ഐ സൈൻ 2π/n. നെക്സ്റ്റ് മൈനസ് ദിസ് ഇൻറ്റു എക്സ്, മൈനസ് എക്സ് ഇൻറ്റു കോസ് 2π/n പ്ലസ് ഐ സൈൻ 2π/n. മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് വരും, പ്ലസ് കോസ് 2π/n പ്ലസ് ഐ സൈൻ 2π/n ഇൻറ്റു കോസ് 2π/n മൈനസ് ഐ സൈൻ
2 pi by q. Okay. മൊത്തത്തിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു കോസ് 2 pi by n മൈനസ് എക്സ് ഇൻറ്റു കോസ് 2 pi by n വരുമ്പോൾ മൈനസ് 2x ഇൻറ്റു കോസ് 2 pi by n. 2x ഇൻറ്റു കോസ് 2 pi by n. ഓക്കെ. അടുത്ത ടേം വരുന്നത് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് പ്ലസ് ഐ എക്സ് സൈൻ 2 pi by n. ഇവിടെ വരുമ്പോൾ അത് മൈനസ് ഐ എക്സ് 2 pi by n ആയി രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു. ദിസ് ഈസ് ഓഫ് ദ ഫോം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് കോസ് സ്ക്വയർ 2 pi by n പിന്നെ മൈനസ് ഐ സ്ക്വയർ ആണ് ഐ ഇൻറ്റു ഐ മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ 2 pi by n. ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ കോസ് സ്ക്വയർ 2 pi by n പ്ലസ് സൈൻ സ്ക്വയർ 2 pi by n എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. സോ കറസ്പോണ്ടിങ് ഫാക്ടർ ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് 2 pi by n പ്ലസ് 1. ഇതാണ് r ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റൂട്ട് കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് 2 pi by n. ഓക്കെ. നെക്സ്റ്റ് വൺ മീൻസ് r ഈക്വൽ ടു 1 കൊടുക്കുക. r ഈക്വൽ ടു 1 നമ്മൾ കൊടുത്തു. ഇനി r ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ അവിടെ റൂട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു കോസ് 4 pi r ഡിവൈഡ് ബൈ n പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 4 pi r അല്ല r ഈക്വൽ ടു 2 കൊടുക്കുക ഡിവൈഡ് ബൈ n. രണ്ട് കൂടി ഇത് രണ്ടും കൂടിയുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് കോസ് 4 pi by n പ്ലസ് ഐ സൈൻ 4 pi by n ഇൻറ്റു അടുത്ത റൂട്ടുകൂടെ പോയി എക്സ് മൈനസ് കോസ് 4 pi by n മൈനസ് ഐ സൈൻ 4 pi by n. അപ്പോൾ ആസ് യൂഷ്വൽ ഇത് രണ്ടും കൂടി നമ്മൾ പ്രോഡക്റ്റ് ചെയ്യാണ്. ഇതുപോലെ തന്നെയുള്ളൊരു ടേം നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് 4 pi by n പ്ലസ് 1. ഓക്കെ. ഇപ്പോൾ r ഈക്വൾ ടു 2 കൊടുത്തു. ഇനി r ഈക്വൾ ടു 3 കൊടുക്കുന്നു എക്സെട്ര n മൈനസ് 2/2 വരെ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും ആയി. അപ്പോൾ എക്സ് റൈസ് ടു n മൈനസ് 1ൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. r ഈക്വൾ ടു 0ക്കും r ഈക്വൾ ടു n/2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഓക്കെ. അപ്പോൾ എക്സ് റൈസ് ടു n മൈനസ് 1 ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു നെക്സ്റ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു കോസ് 2 pi by n പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് 2x ഇൻറ്റു കോസ് 4 pi by n പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് n മൈനസ് 2 by n pi പ്ലസ് 1. ഇത്രയുമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇനി ആദ്യത്തെ ഒരു ടേം ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനും ആറിനൊരു സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇത് പ്രോഡക്റ്റ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തതാണ്. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു പ്രോഡക്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ് r ഈക്വൽ ടു 0 തൊട്ട് n മൈനസ് 2/2 വരെ. ഇതാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട 1 തൊട്ട് r ഈക്വൽ ടു 0യും r ഈക്വൽ ടു n/2 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് r ഈക്വൽ ടു 1 തൊട്ട് n മൈനസ് 2/2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് 2 pi r ബൈ n പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ ഫാക്ടറൈസേഷൻ. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു പ്രോഡക്റ്റ് ഫ്രം r ഈക്വൽ ടു 1 ടു n മൈനസ് 2/2 എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു കോസ് 2 pi r ഡിവൈഡ് ബൈ n പ്ലസ് 1. ഇത് n ഈവൻ ആകുന്ന കേസിലാണ്. അപ്പോൾ n ഈവൻ ആകുന്ന കേസിൽ ഓർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു n/2 ആണ്. r ഈക്വൽ ടു 0യും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 1 ആയിരുന്നു. ഫാക്ടർ എക്സ് മൈനസ് 1. r ഈക്വൽ ടു n/2ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് 1 കിട്ടും. ഈ രണ്ടും ഒഴിവാക്കി ഇനി വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് r 1, 2, 3 എക്സെട്ര അപ് ടു n മൈനസ് 2/2 വരെയുള്ള വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ. ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടേംസ് ഇതുപോലെ തന്നെ ഇരിക്കും. അത് നമ്മൾ സാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി.
നെക്സ്റ്റ് കേസ് ആർ ഓഡ് ആകുന്ന കേസിൽ, സോറി എൻ ഓഡ് ആകുന്ന കേസിലാണ്. ഓക്കെ, കേസ് 2 എൻ ഈസ് ഓഡ്. എൻ ഓഡ് ആകുമ്പോൾ നമുക്കറിയാം 0, 1, 2, 3 അപ് ടു n-1 വരെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് n വാല്യൂസ് കിട്ടിയാൽ n ഓഡ് ആകുമ്പോൾ n-1 ഈവനുമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റിയൽ റൂട്ട് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ടു, r 0 ആകുന്ന കേസിൽ x ഈക്വൽ ടു 1 ആണ് ആൻഡ് x-1 ഒരു ഫാക്ടറാണ്. അപ്പോൾ r ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് n-1 റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടലി അവിടെ n-1 ഡിവൈഡ് ബൈ 2 വാല്യൂസ് കൊടുത്താൽ മതി. കാരണം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പെയർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ 2 ഇൻറ്റു n-1/2 ഈക്വൽ ടു n-1 റൂട്ട്സ് ഇനി നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന റൂട്ടുകൾ ചേർക്കുമ്പോൾ ടോട്ടൽ n റൂട്ട്സ് ആയി. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് r-ന് 0 കൊടുത്തു, 1, 2, 3 എക്സെട്ര അപ് ടു n-1/2 വരെയാണ്. അപ്പോൾ ഓഡ് കേസിൽ നമ്മളിത് ഓർത്തിരിക്കുക, r ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x ഈക്വൽ ടു 1 എന്ന് പറയുന്ന റൂട്ടാണ്, x-1 ആണ് ഫാക്ടർ. അത് ഒഴിവാക്കിയാൽ പിന്നെ r-ന് വാല്യൂസ് കൊടുക്കുന്നത് 1, 2, 3 എക്സെട്ര അപ് ടു n-1/2 വരെയാണ്. ബാക്കി എല്ലാ കേസും പഴയപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ റൂട്ട് വരാൻ പോകുന്നത് x-1 ഇൻറ്റു പ്രോഡക്റ്റ് ഈസ് ഫ്രം r ഈക്വൽ ടു 1 ടു n-1/2. അതാണ് വ്യത്യാസം പഴയ കേസുമായിട്ട്. ഈവൻ ആകുമ്പോൾ അത് x²-1 ആയിരുന്നു, r ഈക്വൽ ടു 1 തൊട്ട് n-2/2 വരെയാണ് നമ്മൾ കൊടുക്കുക. ഇത് n ഈവൻ ഓടാകുന്ന കേസിൽ x-1 ഇൻറ്റു r ഈക്വൽ ടു 1 ടു n-1/2 ഇൻറ്റു x² മൈനസ് 2x ഇൻറ്റു കോസ് 2πr ഡിവൈഡ് ബൈ n പ്ലസ് 1. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ, ഇവിടുത്തെ ടേംസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മൾ തിയറിയിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വെറുതെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ല, മിക്കവാറും എസ് എ ആയിട്ടോ ബി പാർട്ടിലോ ആയിരിക്കും ഫാക്ടറൈസേഷൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഫോർമുലയിലേക്ക് r ഈക്വൽ ടു 1, 2, 3 എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരാ, നമ്മൾ ആദ്യം പോലെ എന്ത് പ്രൊസീജിയറാണ് ചെയ്തത് അത് ഒന്ന് കാണിക്കേണ്ടേ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാക്ടറൈസ് x⁻10-1. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, x⁻10 ഈക്വൽ ടു 1 എന്ന് എടുക്കുക. 1 എന്ന് പറയുന്നത് കോസ് 2πr പ്ലസ് ഓർ മൈനസ് i സൈൻ 2πr എന്നത്. ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്, 10 ഈവൻ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂസ് n/2 വരെയുള്ള വാല്യൂസ് ആണ് എടുക്കേണ്ടത്. അതായത് r ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു n/2 എന്ന് പറയുമ്പോൾ n/2 എന്ന് പറയുമ്പോൾ 5 വരെ നമ്മൾ എടുക്കുക. r-ന് 0, 1, 2, 3 എക്സെട്ര 4, 5. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും, കോസ് 2πr ഡിവൈഡ് ബൈ 10 പ്ലസ് ഓർ മൈനസ് i സൈൻ 2πr ഡിവൈഡ് ബൈ 10. ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. വെയർ r ഈക്വൽ ടു 0, 1, 2, 3, 4, 5. കോസ് 2πr/10 എന്ന് പറയുന്നത് കോസ് π/5 ആണ്. കോസ് π/5 പ്ലസ് i സൈൻ π/5. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈവൻ ആയതുകൊണ്ട് r ഈക്വൽ ടു 0ക്കും r ഈക്വൽ ടു 5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓൾറെഡി നമുക്കറിയാം, അത് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കും. ദെൻ r ഈക്വൽ ടു 0 റൂട്ട്സ് ആർ x ഈക്വൽ ടു കോസ് 0 പ്ലസ് ഓർ മൈനസ് i സൈൻ 0 ദാറ്റ് ഈസ് 1 ആൻഡ് x-1 is a factor. When r equal to 5, x equal to cos 5, r 5 കൊടുക്കുമ്പോൾ ഇത് cos 5 പ്ലസ് ഓർ മൈനസ് i സൈൻ 5 എന്ന് പറയുന്നത് -1 കറസ്പോണ്ടിങ് ഫാക്ടർ ഈസ് x പ്ലസ് 1. സോ r ഈക്വൽ ടു 0ക്കും r ഈക്വൽ ടു 5നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് x-1 ഇൻറ്റു x പ്ലസ് 1 ഈക്വൽ ടു x² മൈനസ് 1 എന്ന് പറയുന്ന ഫാക്ടർ കിട്ടിക്കഴിയും. ഓക്കെ, ദെൻ r ഈക്വൽ ടു 1 കൊടുക്കുക. റൂട്ട്സ് ആർ കോസ് π/5 പ്ലസ് ഓർ മൈനസ് i സൈൻ π/5. അപ്പോൾ ഫാക്ടേഴ്സ് x മൈനസ് കോസ് π/5 പ്ലസ് i സൈൻ π/5 ഇൻറ്റു x മൈനസ് ഓഫ് കോസ് π/5 മൈനസ് i സൈൻ π/5. ഇത് നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ പ്രൊസീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x² മൈനസ് 2x ഇൻറ്റു കോസ് π/5 പ്ലസ് 1 ആണ്. ഓക്കെ, ഇനി
അടുത്തത് ആർ ഈക്വൽ ടു 2 കൊടുക്കുക. എക്സിൻ്റെ വാല്യൂസ് കോസ് 2π/5 പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2π/5. ഇതിൻ്റെ ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x² മൈനസ് 2x ഇൻറ്റു കോസ് 2π/5 പ്ലസ് 1. ഓക്കെ, ഇനി ആർ ഈക്വൽ ടു 3 കൊടുക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് കിട്ടുന്നത് x² മൈനസ് 2x ഇൻറ്റു കോസ് 4π/5 പ്ലസ് 1 ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ആർ ഈക്വൽ ടു 4 കൊടുക്കുക. x² മൈനസ് 2x ഇൻറ്റു കോസ് 8π/5 പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വേണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ. നമ്മൾ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരുന്നതും ഇത് തന്നെ കിട്ടും. അതുകൊണ്ട് x⁻10 മൈനസ് 1 എന്ന് പറയുന്നത് x² മൈനസ് 1 ഇൻറ്റു x² മൈനസ് 2x ഇൻറ്റു കോസ് π/5 പ്ലസ് 1 ഇൻറ്റു x² മൈനസ് 2x ഇൻറ്റു കോസ് 2π/5 പ്ലസ് 1 ഇൻറ്റു x² മൈനസ് 2x ഇൻറ്റു കോസ് 4π/5 പ്ലസ് 1 ഇൻറ്റു x² മൈനസ് 2x ഇൻറ്റു കോസ് 8π/5 പ്ലസ് 1. ഇത്രയുമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ, സിമിലർലി ഓഡ് ഇൻറ്റിജർ ആകുമ്പോൾ നമുക്കൊരു കേസ് കൂടി നോക്കാം. ഫാക്ടറൈസ് ഇൻറ്റു x⁻7 മൈനസ് 1. ഓക്കെ, അപ്പോൾ x⁻7 ഈക്വൽ ടു 1 ഈസ് കോസ് 2πr പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2πr. r is any integer and x equal to 2πr/7 sin 2πr/7. ഓക്കെ, അപ്പോൾ 7 എന്ന് പറയുന്നത് n ഈക്വൽ ടു 7 ആണ്, ഈവൻ ആണ്. സോ നമുക്ക് n-1 ഡിവൈഡ് ബൈ 2 വരെയുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് n-1 ഈസ് 7-1 ഈക്വൽ ടു 6, 6/2 ഈക്വൽ ടു 3. ആറിൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത് r ഈക്വൽ ടു 0, 1, 2 ആൻഡ് 3 ആണ്. ഇനി r ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് നമുക്കറിയാം. അത് x ഈക്വൽ ടു 1 ആണ്. കറസ്പോണ്ടിങ് ഫാക്ടർ x-1 ആണ്. r ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് കോസ് 2π/7 പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2π/7. കറസ്പോണ്ടിങ് ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² മൈനസ് 2x ഇൻറ്റു കോസ് 2π/7 7 പ്ലസ് 1 കിട്ടും. r ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കോസ് 4π/7 പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 4π/7. ഇതാണ് രണ്ട് റൂട്ടുകൾ. അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് x² മൈനസ് 2x ഇൻറ്റു കോസ് 4π/7 പ്ലസ് 1. ആൻഡ് r ഈക്വൽ ടു 3 ആകുമ്പോൾ റൂട്ടുകൾ x ഈക്വൽ ടു കോസ് 6π/7 പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 6π/7 plus 1. Sorry. And factors are x² minus 2x into cos 6π/7 plus 1. Okay. So x⁻7 minus 1 is x-1 into this factor into this factor into this factor. അങ്ങനെ അത് നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള കേസുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ x⁻n -1നെയാണ് ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചത്. ജസ്റ്റ് ഇൻ ദ സിമിലർ വേ x⁻n പ്ലസ് 1 ഈക്വൽ ടു 0യും നമുക്ക് ഫാക്ടറൈസ് ചെയ്തെടുക്കാം. കാരണം x⁻n ഈക്വൽ ടു -1 എന്ന് കിട്ടും. -1ൻ്റെ വാല്യൂ കോസ് 2π പ്ലസ് പൈ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2πr പ്ലസ് പൈ. ഈ ഫോമിലാണ് വരും. ഓക്കെ, കോസ് 2πr പ്ലസ് പൈ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ 2πr പ്ലസ് പൈ. ഇനി ആറിന് നമ്മൾ n ഈവൻ ആണ്, n ഓടാകുന്ന കേസുകളിൽ രണ്ടും നോക്കി ജസ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും എക്സാക്ട്ലി സിമിലർ ആണ്. അപ്പോൾ ആ കേസ് കൂടി ഞാൻ നോട്ട് തരാം, അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഇനി ഒരു മെത്തേഡ് കൂടിയേ ഉള്ളൂ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഇട്ടോളാം. ഓക്കെ, അപ്പോൾ ഇത് x⁻n+1 ഈക്വൽ ടു 0യും x⁻n-1 ഈക്വൽ ടു 0യും അതിൻ്റെ റൂട്ട്സിൻ്റെ ജനറൽ ഫോം, അതിൻ്റെ തിയറി പഠിക്കുക. തിയറി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്പിളാണ്. നിങ്ങളൊന്ന് ആറിൻ്റെ വാല്യൂസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1 ആണ് അല്ലെങ്കിൽ -1 ആണ് വരുന്നതനുസരിച്ച് ഈ വാല്യൂസ് എടുക്കാൻ ഓർക്കുക. ഓക്കെ.